ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളെ ഗേഷ്യസ് സ്റ്റേറ്റ്സ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2 പാർട്ടാക്കി നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റിനെ. ഗേഷ്യസ് സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഞാനൊരു പാർട്ട് വീഡിയോസായിട്ട് ആദ്യം ഇട്ടു, പിന്നെ സോളിഡ് സ്റ്റേറ്റിനെ പറ്റിയിട്ടിട്ടു. ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാനുള്ളത് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റും അമോർഫസ് സോളിഡും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോവുക. 7 പോയിൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തായാലും പിന്നെ അനൈസോട്രോപ്പി എന്താണ്, ഐസോട്രോപ്പി എന്താണെന്നൊക്കെ ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഇതിൽ ചോദിക്കാം. പിന്നെ 3 ലോസസ് ഉണ്ട്, ആ 3 ലോസ് 3ഉം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് 10 മാർക്കിൻ്റെ സെക്ഷനിലോ അല്ലെങ്കിൽ മറ്റേ 2 മാർക്കിൻ്റെ അല്ല 5 മാർക്കിൻ്റെ സെക്ഷനിലോ കാണും. അപ്പോൾ 3 ലോസസ് ഉണ്ട്. ലോ ഓഫ് കോൺസ്റ്റൻസി ഓഫ് ദ ഇൻ്റർഫേഷ്യൽ ആംഗിൾസ്, ലോ ഓഫ് സിമെട്രി, പിന്നെ ലോ ഓഫ് ഞാൻ പറഞ്ഞത് ലോ ഓഫ് റാഷണൽ ഇൻഡിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലോസസും ഉണ്ട്. പിന്നെ അതേപോലെ ബ്രേവ് ലാറ്റിസിനെ പറ്റിയിട്ട് ഈ ബോക്സ് എന്തായാലും പഠിക്കാൻ ശ്രമിച്ചോളൂ. പിന്നെ അതേപോലെ അതിൻ്റെ ഇഫക്റ്റീവ് നമ്പർ, സിമ്പിൾ ക്യൂബ്, BCC FCCയിലൊക്കെ അതിൻ്റെ ഇഫക്റ്റീവ് നമ്പർ എത്രയെന്ന് പഠിക്കണം. പിന്നെ അതിൻ്റെ ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 10 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ബ്രാഗ്സ് ഇക്വേഷൻ എഴുതുക, പിന്നെ ഈ ഡെറിവേഷൻസ് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ 10 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇംപെർഫെക്ഷൻ ഡിഫക്റ്റ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോഷ്യോമെട്രി, നോൺ സോഷ്യോമെട്രി, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് 3ഉം അതിൻ്റെ എക്സാമ്പിൾസ് എഴുതിയിട്ട് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഭാഗത്തെ സോളിഡ് സ്റ്റേറ്റ് എന്ന ഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ 10 മാർക്കിനും ചോദിക്കും, 5 മാർക്കിനും ചോദിക്കും, 2 മാർക്കിനും ചോദിക്കുന്നത് ഐസോട്രോപ്പി ഒക്കെ അങ്ങനത്തെ ചെറിയ ടോപ്പിക്സ് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ നമ്മുടെ മൊഡ്യൂൾ 2ലും മൊഡ്യൂൾ 1ൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തു. അപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.